Hello students, welcome to the fourth session in our first module for the subject Engineering Mechanics. So students, in the previous session we have discussed about various types of forces or classification of forces like concurrent forces, coplanar forces, right, collinear forces and non-concurrent, non-coplanar, all these kinds of forces we have discussed, and also we try to understand the concept of composition of two forces or composition of different forces and what and finding the result and finding the how to resolve the concept of resolving a force, of concept of finding the components of a particular force, right? Right, do you remember? Suppose we have a force and we can resolve those that particular force in its as a horizontal component and vertical component using the equation f cos theta and sin theta. All these things we have discussed in the previous session, right? So we will be doing some numerical problems based on the concepts we have studied in the previous sessions. Okay, so students, a question: the guy wire of an electric pole shown in figure makes 60 degree to the horizontal and is subjected to 20 kilonewton force. Find horizontal and vertical components of the force. So what is the question? The guy wire of an electric pole. അറിയാം ഇലക്ട്രിക്കൽ പോൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന പോസ്റ്റ്, ഇലക്ട്രിക്കൽ പോസ്റ്റ് അറിയാമല്ലോ. ഇലക്ട്രിക്കൽ പോസ്റ്റ് ഉണ്ടാകുന്ന ഒരു ഗൈ വയർ എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി നമ്മൾ സ്റ്റേ വയർ എന്നാണ് പറയാം. അതായത് ഒരു സ്റ്റേ വയർ അതിന് കണക്ട് ഉണ്ട്. അപ്പോൾ ആ സ്റ്റേ വയറിൽ സാധാരണ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഗൈ വയർ എന്താണ്, 60 degree ടു ദ ഹൊറിസോണ്ടൽ ആണ് അതിൻ്റെ ഒരു ജോമെട്രി. എങ്ങനെയാണത് പൊസിഷൻ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ അത് 60 degree ടു ദ ഹൊറിസോണ്ടലാണ്. അപ്പോൾ ആ ഗൈ വയറിലുള്ള ടെൻഷൻ അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് 20 kilonewton ഫോഴ്സാണ്. ഇനി ആ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻസ് കാണണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. അതായത് ഇതാണ് പോസ്റ്റ്, ഇലക്ട്രിക്കൽ പോസ്റ്റ്, ഇതാണ് ഗൈ വയർ. ഈ ഗൈ വയർ എന്താണ്, ഒരു 60 ഡിഗ്രിയാണ് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കിയ ആംഗിൾ. ഇപ്പോൾ ഈ ഗൈ വയറിലുള്ള ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ അത് വലിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ടെൻഷൻ ഫോഴ്സ് എന്ന് പറയാം. എന്താണ് ടെൻഷൻ എന്നൊക്കെ നമ്മൾ കൂടുതലായിട്ട് വിൽ ബി ഡിസ്കസിങ് ഇൻ ദി കമ്മിങ് സെഷൻസ്. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സോ ഫോർ ദ ടൈം ബീങ് യു ജസ്റ്റ് try to understand that there is a force acting in that guy wire since it is stretched and fixed to the ground. Okay, so naturally there will be a force. So the force acting through that stay wire is 20 kilonewton. You have to find the horizontal component. Horizontal component means in this direction. This particular direction is horizontal component. Okay, so this will be the horizontal component and vertical component. Vertical component will be like this. Suppose we have got the force F like this and the direction is like this. So naturally the vertical component will be like this and the direction will be downwards, and horizontal component will be like this. Direction will be leftwards. Why? എന്തുകൊണ്ടാണ് ലെഫ്റ്റ്വേർഡ്സ്? ഇത് എഫ് ഓഫ് എക്സ് ആയിരിക്കും, ഇത് എഫ് ഓഫ് വൈ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വരുന്നത്? കാരണം എഫിൻ്റെ ഡയറക്ഷൻ ഇത് കണക്കെയാണ്. അപ്പോൾ എഫ് എന്തായിരിക്കണം? എഫ് എന്ന് പറയുന്നത് എഫ് ഐയുടെയും എഫ് എക്സിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കണം. അപ്പോൾ എഫ് വൈയുടെയും എഫ് എക്സിൻ്റെ റിസൾട്ടൻ്റ് ആവണമെങ്കിൽ ദേ ഷുഡ് എഫ് എക്സും എഫ് വൈയും എഫും കൂടിയിട്ട് എന്താണ്, ആ ട്രയാങ്കിൾ ഫോം ചെയ്യണം. ട്രയാങ്കിൾ ഫോം ചെയ്യുമ്പോൾ എഫ് ഐയുടെയും എഫ് എക്സിൻ്റെയും റെഗുലർ ഡയറക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ എഫ് ക്ലോസിങ് സൈഡ് ആവണം, അതിൻ്റെ ഡയറക്ഷൻ റെഗുലർ ആ ഒരു ഓർഡറിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം. റെഗുലർ ആണെങ്കിൽ ഇങ്ങനെയല്ലേ കംപ്ലീറ്റ് ചെയ്യാം, എഫ് ഐ എഫ് എക്സ് എഫ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ എഫ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എഫ് ഐ താഴോട്ടും എഫ് എക്സ് ലെഫ്റ്റിലോട്ടും എടുക്കുന്നത്. സപ്പോസ് ഇങ്ങനെയാണ് എഫ് ഉള്ളതെങ്കിൽ എഫ് എക്സ് ഇങ്ങനെ, എഫ് ഐ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടെ
ഇങ്ങനെയാണ് എഫ് ഉള്ളതെങ്കിലോ എഫ് എക്സ് ഇങ്ങനെ, എഫ് ഐ ഇങ്ങനെ ആയിരിക്കും, റൈറ്റ്. ഇനി നമുക്ക് എഫ് ഇങ്ങനെയാണുള്ളതെങ്കിൽ എഫ് എക്സ് ഇങ്ങനെ, എഫ് ഐ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഡയറക്ഷൻ എടുക്കേണ്ട കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഈ നാല് പോസിബിൾ കേസസ് ഉണ്ടാവും. ഓക്കെ, 4 പോസിബിൾ കേസസ് ഉണ്ടാവും. അപ്പോൾ എഫിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നോക്കിയിട്ട് വേണം നിങ്ങൾ എഫ് എക്സിൻ്റെ എഫ് ഐയുടെ ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ. ഓക്കെ, റെഡി. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? വി ആർ ട്രൈങ് ടു റിസോൾവ് ദിസ് റിസോൾവ് എഫ് ഫോഴ്സ് എഫ് ടു എഫ് എക്സ് ആൻഡ് എഫ് ഐ. അപ്പോൾ എഫ് എക്സ് വെർട്ടിക്കൽ ഡയറക്ഷനിലും അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും ഒരു പർട്ടിക്കുലർ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വെക്റ്റർ നമ്മൾ റിസോൾവ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ വാട്ട് ഇസ് ദ പ്രൊസീജിയർ? സോ എഫ് എക്സ് വിൽ ബി എഫ്. So we need to know the theta, right? We need to know the theta. So what will be this theta? So this is 60 degree. It is given in this question, right? 60 degree. So the horizontal component will be the f into cos 60, right? So what is f? F is nothing but 20 kilonewton into cos 60. So 20 into cos 60 is nothing but 10. What is the unit? Kilonewton. Why? Because this 20 is in kilonewton. So the answer will be 20 kilonewton. എന്താണ് കിലോന്യൂട്ടൺ എന്നറിയില്ലേ? കിലോന്യൂട്ടൺ എന്ന് വെച്ചാൽ 10⁻³ times ന്യൂട്ടൺ ആണ്. 10 into 10⁻³ 10 into 10⁻³ ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. അതറിയാമല്ലോ. യൂണിറ്റ്സ് ഒന്നും ഞാൻ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. യൂണിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയേണ്ടതാണ്, റൈറ്റ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ കിലോ ന്യൂട്ടൺ എന്ന് വെച്ചാൽ 10⁻³ times ന്യൂട്ടൺ ആണ്. കിലോ എന്ന് വെച്ചാൽ 10 into 10⁻³ times ന്യൂട്ടൺ. ഓക്കെ, സോ cos 60 എന്താണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. സോ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, all of you should have a calculator with you, scientific calculator, right? Everyone should have your own scientific calculator, because you may have to do a lot of problems, right? Lot of problems which involves trigonometric functions and all. So all of you must have a calculator. Okay. ആൻഡ് സോ എഫ് ഓഫ് എക്സ് ഒരു കോമ്പണൻറ്റ് കിട്ടി. അടുത്ത കോമ്പണൻറ്റ് എന്താണ്? എഫ് ഓഫ് വൈ. എഫ് ഓഫ് വൈ എങ്ങനെയാണ് കാണുക? എഫ് ഇൻറ്റു സൈൻ 60 ആണ്. സൈൻ 60 എന്ന് പറയുമ്പോൾ 20 kilonewton ഇൻറ്റു സൈൻ 60 ചെയ്ത് കഴിഞ്ഞാൽ, കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 17.32. that answer is, the unit is 17.32 kilonewton. So you have got both കോമ്പണൻസ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻറ്റ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എടുക്കുമ്പോൾ എഫ് കോസ് തീറ്റ എന്ന് പറയുന്ന തീറ്റ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെ ആയിരിക്കണം. അതായത് എഫ് ഓഫ് എക്സ് കോസ് 60 എടുക്കുമ്പോൾ ഈ 60 എഫും എഫ് ഓഫ് എക്സും തമ്മിലുള്ള ആംഗിൾ ആയിരിക്കണം. ഈ സൈൻ 60 എടുക്കുമ്പോൾ ഈ 60 ഈ എഫും എഫ് ഓഫ് എക്സിൻ്റെയും ഇടയിലുള്ള ആംഗിൾ തന്നെ ആയിരിക്കണം. എഫും എഫ് ഓഫ് വൈയും തമ്മിൽ ഇടയിലുള്ള ആംഗിൾ അല്ല, എഫും ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെയും ഇടയിലുള്ള ആംഗിൾ തന്നെ ആയിരിക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ. So now I think we can do another problem, right? So a problem, just read this problem. A block weighing W. So W is the weight of a block, and weight is 10 kilonewton. 10 kilonewton is resting on an inclined plane. So this is not an horizontal plane. So this is an inclined plane as shown in the figure. I will show you the figure. Okay. So determine its components normal to and parallel to the inclined plane. So we have to find the components of the weight of that particular block, which is those components should be in such a way that
one component should be normal to the inclined plane and the other should be parallel to the inclined plane. So this is the figure. So we have got a surface which is inclined to the horizontal at 20 degree, and we have got this block whose weight is W, and this weight will be acting perfectly downwards or normal wise. It will be vertically downward, and the weight W is equal to the, W is equal to 10 kilonewton. Okay, 10 kilonewton. So we have to find the components of this 10 kilonewton. One in this direction, parallel to the inclined plane, and another is in this direction, perpendicular to the inclined plane. രണ്ട് ഡയറക്ഷനിൽ നമ്മൾ ഇതിൻ്റെ കോംപ്ലൻറ്റ് കാണാം. ഏത് ഡയറക്ഷനിലും നമുക്ക് കോംപ്ലൻറ്റ് കാണാൻ പറ്റും. എങ്ങനെയാണ് കാണാൻ നോക്കുക. അതായത് നമ്മുടെ അടുത്ത് എന്തുണ്ട്, ഇത് നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് കഴിക്കാം. ഇതാണ് നമ്മുടെ ഇൻക്ലൈൻ പ്ലെയിൻ. ഇതിൻ്റെ ആംഗിൾ 20, ഇത് 20 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 20. സപ്പോസ് ഇവിടുന്ന് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് എന്താ ആക്ട് ചെയ്യുന്നത്, ഫോഴ്സ് 20 kilonewton ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജോമെട്രിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീവിയസ് അല്ലെങ്കിൽ +2 ക്ലാസ്സുകളിൽ ജോമെട്രി പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടാവും. ഇപ്പം രണ്ട് ലൈൻ തമ്മിലുള്ള ആംഗിൾ 20 ആണെങ്കിൽ, അതൊരു ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും പെർപെൻഡിക്കുലേഴ്സ് ഉണ്ടാക്കുന്ന ആംഗിളും 20 ആയിരിക്കും. അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ ഏത് ആംഗിളാണോ, തീറ്റ ആണെങ്കിൽ അതും തീറ്റ ആയിരിക്കും. എന്താണ്, രണ്ട് ലൈന് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെ ആയിരിക്കും ആ രണ്ട് ലൈനിൻ്റെയും കറസ്പോണ്ടിങ് പെർപെൻഡിക്കുലേഴ്സ് അല്ലെങ്കിൽ നോർമൽ എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ആണ്, പെർപെൻഡിക്കുലർ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ ഈ 20 kilonewton എന്ന് വെച്ചാൽ ഈ ഹൊറിസോണ്ടൽ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. ഇനി ഞാൻ വേറൊരു പെർപെൻഡിക്കുലർ വരക്കുന്നു. ഏതിന് പെർപെൻഡിക്കുലർ, ഈ സർഫസിന് പെർപെൻഡിക്കുലർ, അതായത് ഇൻക്ലൈൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ ഈ രണ്ട് പെർപെൻഡിക്കുലർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും, 20 തന്നെ ആയിരിക്കും. അത് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്, നമുക്ക് ഈ ഡയറക്ഷനിൽ അതായത് ഇൻക്ലൈൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻക്ലൈൻ സർഫസിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഒരു കോമ്പണൻറ്റ് വേണം. ഇൻക്ലൈൻഡ് സർഫസിന് പാരലായിട്ട് ഒരു എന്ത് വേണം കോമ്പണൻറ്റ് വേണം. അപ്പോൾ ഈ ഡയറക്ഷനിലും വേണം, ഈ ഡയറക്ഷനിലും വേണം. റൈറ്റ്. അപ്പോൾ ഈ ആംഗിൾ 20 ആണെന്നറിയാം. എഫിൻ്റെ അതായത് എഫ് അല്ലെങ്കിൽ ഡബ്ല്യുവിൻ്റെ മാഗ്നിറ്റ്യൂഡ് 20 kilonewton എന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ പർട്ടിക്കുലർ കോമ്പണൻറ്റ് എന്തായിരിക്കും, ഈ പർട്ടിക്കുലർ കോമ്പണൻറ്റ് വെച്ചാൽ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 20 ആയതുകൊണ്ട് ഈ പർട്ടിക്കുലർ കോമ്പണൻറ്റ് ആയിരിക്കും W cos 20. ഇതായിരിക്കും W sin 20 അല്ലേ, കാരണം ഇതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് നമുക്കറിയുന്നത്. അപ്പോൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന കോമ്പണൻറ്റ് എപ്പോഴും കോസ് കോമ്പണൻ്റ് ആയിരിക്കും, അഡ്ജസ്റ്റൻ്റ് അല്ലാത്ത മറ്റേ കോമ്പണൻ്റ് എപ്പോഴും സൈൻ കോമ്പണൻ്റ് ആയിരിക്കും അല്ലേ, സൈൻ കോമ്പണൻ്റ് ആയിരിക്കും. സോ നമുക്ക് ഒരു കാര്യം എഴുതാം, കോമ്പോണൻറ്റ് perpendicular to inclined surface. ഇൻക്ലൈൻഡ് സർഫസ് എന്താണ്, ഇസ് ഈക്വൽ ടു W cos 20 ആണ്. W cos 20 ആണ്. ഇസ് ഈക്വൽ ടു 10 kilonewton cos 20, 10 into cos 20, and that will be around 9.4, and the unit is kilonewton. Right, kilonewton. അതായത് 10ൻ്റെ ഒരു യൂണിറ്റ് തന്നെ ആയിരിക്കും W cos 20യുടെ യൂണിറ്റ് സെയിം. ഇതെന്താണ്, ഇത് ആക്ച്വലി ത്രസ്റ്റ് ഓൺ ദ പ്ലെയിൻ ആണ് കേട്ടോ. ഇതാണ് ത്രസ്റ്റ് ഓൺ ദ പ്ലെയിൻ. കാരണം എന്താണ്, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയല്ല, ആ പ്ലെയിനിനെ അങ്ങനെ എന്ത് ചെയ്യുന്ന ഫോഴ്സ് ചെയ്യുന്ന രീതിയിലാണ് ആ ബ്ലോക്കിൻ്റെ വെയിറ്റ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക. സോ യൂഷ്വലി വി കോൾ ദോസ് കൈൻഡ് ഓഫ് കോമ്പണൻറ്റ്സ് ആസ് ത്രസ്റ്റ്. ഓക്കെ, ത്രസ്റ്റ്.
and component per parallel to the inclined plane is W sine 20, and it will be equal to 10 into sine 20. Sine 20, just calculate it on your calculator. It will be, and the 10 into sine 20 will be 3.42 unit kilonewton. So since this force is acting in this direction, in this direction means like this. അപ്പോൾ ആ ഫോഴ്സിൻ്റെ സിഗ്നിഫിക്കൻസ് വെച്ചാൽ that force tries to slide this particular ഒബ്ജക്റ്റ് അല്ലേ. ഈ ഒബ്ജക്റ്റ് താഴേക്ക് സ്ലൈഡ് ചെയ്ത് വീഴാനുള്ള കാരണമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഈ ഒരു അല്ലെങ്കിൽ എഫ് ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റില്ല, കാരണം എക്സ് വൈ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഇതിപ്പോൾ എക്സും വൈ അല്ല, പക്ഷേ ഇതൊരു ഫോഴ്സ് കോമ്പണൻറ്റ്, പാരലൽ കോമ്പണൻറ്റ്. ഇത് എഫ് പെർപെൻഡിക്കുലർ കോമ്പണൻറ്റ്, പാരലൽ കോമ്പണൻറ്റ്. ഈ പാരലൽ എന്ന് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, പാരലൽ വെച്ചാൽ 2 ഡാഷ് ഇട്ട പാരലാണ്, ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നൊന്നും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, അത് ഞാൻ ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ എന്ന രീതിയിൽ പറഞ്ഞതാണ്. നിങ്ങളോട് ജസ്റ്റ് പാരലൽ കോമ്പണൻറ്റ് എന്താണ്, പെർപെൻഡിക്കുലർ കോമ്പണൻറ്റ് എന്താണ് കാണാൻ ആണ് പറഞ്ഞത്. ഓക്കെ. Now we will move to another problem. A system of 4 forces acting at a point on a body is as shown in figure. Determine resultant of 4 forces. All the 4 forces in the resultant. We have learned how to find the resultant, or how the process called composition. Process called composition is studied in the previous session അല്ലേ. റിസൾട്ടൻ്റ് കാണുന്നതിനാണ് നമ്മൾ കോമ്പോസിഷൻ എന്ന് പറയാം. പക്ഷെ അവിടെ നമ്മൾ ഒരു അനാലിറ്റിക്കൽ ഇക്വേഷൻ യൂസ് ചെയ്തിരുന്നു അല്ലേ. ഇഫ് 2 ഫോഴ്സസ് ആണെങ്കിൽ, if there are 2 forces, നമ്മൾ പി ആൻഡ് ക്യൂ നമ്മൾ റിസൾട്ടൻ്റ് ആർ ഈസ് ലൈക്ക് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos theta. The angle between P and Q is theta ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് റിസൾട്ടൻ്റ് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വി കുഡ് അപ്ലൈ ദിസ് ഇക്വേഷൻ ഓൺലി ഇഫ് ദർ ആർ 2 ഫോഴ്സസ്. ബട്ട് ഇൻ ദ ക്വസ്റ്റ്യൻ എ സിസ്റ്റം ഓഫ് 4 ഫോഴ്സസ്, അതായത് ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ സിസ്റ്റം. ഇവിടെ എന്തൊക്കെയുണ്ട്, 4 ഫോഴ്സസ് ഉണ്ട്. ഒന്ന് ഒരു 200 ന്യൂട്ടൺ, ഇത് എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ ആണെങ്കിൽ ദീസ് ആർ കൺകറന്റ് ഫോഴ്സസ്. ഓക്കെ, കൺകറന്റ് കോപ്ലാനാർ ഫോഴ്സസ് ആണ്. കൺകറന്റ് കോപ്ലാനാർ ഫോഴ്സസ് ആണ് കേട്ടോ. സിസ്റ്റം ഓഫ് ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലേ. ക്വസ്റ്റ്യനിൽ ഇതെന്താണെന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദീസ് ആർ കൺകറന്റ് ആണ്. കൺകറന്റ് എന്ന് വെച്ചാൽ ദേ ആർ ഇൻ്റർസെക്റ്റിംഗ് അറ്റ് എ കോമൺ പോയിന്റ്. And coplanar, all these forces lie in a same plane. Concurrent coplanar forces ആണ്. അങ്ങനെയാണെങ്കിൽ there are 4 different forces. ഒന്നാമത്തെ ഫോഴ്സ് 2, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഒരു ഫോഴ്സ് ഈസ് എ വെക്ടർ. ഈ കാര്യം ഞാൻ പറയാം, വിട്ടുപോയോ എന്ന് ഒരു ചിന്ത. സപ്പോസ് ഫോഴ്സ് ഈസ് എ വെക്ടർ. ഈ വെക്ടർ ആകുമ്പോൾ എന്താണ്, വെക്ടർ ഹാസ് ഗോട്ട് മാഗ്നിറ്റ്യൂഡ്, അതായത് അതിനൊരു വാല്യൂ ഉണ്ടാവും. ഫോഴ്സിനൊരു മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ വാല്യൂ ഉണ്ടാവും. And it will have a direction also. ഒരു ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, അതിനൊരു ഡയറക്ഷൻ ഉണ്ടാവും. എന്നാലേ ഫോഴ്സിൻ്റെ ഡെഫിനേഷൻ കംപ്ലീറ്റ് ആവും. So force, why? Because force is a vector. If there are quantities which are scalar also. Scalar means it will have only magnitude, no direction is required. Okay, so force is a vector, so we have to mention the direction of force also, then only the definition of force is complete. So ഈ 200 ന്യൂട്ടൺ ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ആൻഡ് ഇതിൻ്റെ ഡയറക്ഷൻ പറയുമ്പോൾ ആംഗിളാണ് പറയുക. പക്ഷേ ഇവിടെ എന്താണ് തന്നത്, ഇതിൻ്റെ സ്ലോപ്പാണ് തന്നത്. സോ 1 ആണ് ഇതിൻ്റെ ഒരു ഡെൽറ്റ വൈ എന്ന് പറയുന്നത്.
2 ആണ് എൻ്റെ ഡെൽറ്റ എക്സ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ തീറ്റ, ഞാൻ വേറെ സോ ദിസ് ആംഗിൾ തീറ്റ 1 ആണെങ്കിൽ ആ തീറ്റ 1 കാണാൻ എന്ത് ചെയ്താൽ മതി? തീറ്റ 1 കാണാൻ ടാൻ തീറ്റ 1 എപ്പോഴും എന്താണ്? സ്ലോപ്പ് അല്ലേ? നിങ്ങൾ ജോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്, പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. ടാൻ തീറ്റ 1 ഈസ് സ്ലോപ്പ്. ഈ സ്ലോപ്പാണ് നമുക്ക് ഡയറക്റ്റ് തന്നത്. അതായത് സ്ലോപ്പ് തന്നെന്ന് വെച്ചാൽ ടാൻ തീറ്റ 1 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ്. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ 1 യൂണിറ്റ് ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് വെച്ചാൽ 2 യൂണിറ്റ് ആണ്. അപ്പോൾ തീറ്റ 1 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇറ്റ് വിൽ ബി അറൗണ്ട് 26.565 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, സോ തീറ്റ 1 ഈസ് ഒബ്റ്റൈൻ. സിമിലർലി this is theta 2, this particular angle theta 2. ഇതിൻ്റെയും ഓപ്പോസിറ്റ് സ്ലോപ്പാണ് വന്നിട്ടില്ല. ഓപ്പോസിറ്റ് സൈഡ് 4 യൂണിറ്റ്, അഡ്ജസ്റ്റൻ്റ് സൈഡ് 3 യൂണിറ്റ്. സോ tan theta 2 is 4/3 and theta 2 is tan inverse of 4/3 and you will get theta 2 as 53.13 degree. നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് ക്രോസ് ചെക്ക് ദി ആൻസർ ഐ ഹാവ് ഫൗണ്ട് ഹിയർ ഓൺ യുവർ ഓൺ. So and make sure that the answer is the value of theta 2 is 53.13 itself. Okay, and now നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ രണ്ട് തീറ്റ 1 തീറ്റ 2 കിട്ടി. ബാക്കി രണ്ട് ഫോഴ്സ് ഉണ്ടല്ലോ. ഇത് 120 ഡിഗ്രി, ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ, തേർഡ് ക്വാഡ്രൻറ്റിൽ, ഫോർത്ത് ക്വാഡ്രൻറ്റിൽ. ആദ്യത്തിൻ്റെ തീറ്റ 1 കിട്ടി, തീറ്റ 2 കിട്ടി. മൂന്നാമത്തേൻ്റെ 60 ഡിഗ്രി ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. നാലാമത്തേൻ്റെ 40 ഡിഗ്രി ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 40 ഡിഗ്രി എന്ന് പറയുന്നത് വൈ ആക്സിസുമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ 60 ഡിഗ്രി എക്സ് ആക്സിസുമായിട്ടാണ് ഉണ്ടാക്കുന്നത്. തീറ്റ 1 തീറ്റ 2 ബോത്ത് എക്സ് ആക്സിസാണ്. ഓക്കെ, കൺഫ്യൂഷൻസ് ഇല്ല. ഇതിൻ്റെ ഒക്കെ മാഗ്നിറ്റ്യൂഡ് 100 ന്യൂട്ടൺ തന്നിട്ട്, 200 ന്യൂട്ടൺ, 50 ന്യൂട്ടൺ, 120 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ടൻ്റ് ആണ് കാണേണ്ടത്. പക്ഷേ നമുക്ക് വി കനോട്ട് അപ്ലൈ ദിസ് ഇക്വേഷൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. എപ്പോഴാണ്? ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഈ രണ്ട് ഫോഴ്സ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടൻ്റ് കാണാം. ഇനി ഈ റിസൾട്ടൻറ്റും ഇതും എടുക്കാമെന്ന് വെച്ച് ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് കാണാം. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻറ്റും ഇതും എടുത്തിട്ട് അതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് കണ്ട് അതൊരു എന്താണ് ടയർസം അല്ലെങ്കിൽ ടൈം കൺസ്യൂമിങ് ഒരു പ്രോസസ്സാണ്. കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഈസിയർ സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെയാണ്? അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാൻ പഠിക്കണം. എന്താണ് റിസോൾവിങ് വെച്ചാൽ ആദ്യം ഫസ്റ്റ് 200 ന്യൂട്ടൺ എന്നില്ല, ഇത് F1 നടത്തും, ഇത് F2 നടത്തും, F3 നടത്തും, F4 നടത്തും. ഓക്കെ, 4 ഫോഴ്സസ് ഉണ്ട്. ഈ 4 ഫോഴ്സസ് F1നെ നിങ്ങൾ റിസോൾവ് ചെയ്യാം. F1 എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും, അതായത് F1 എക്സ് ആൻഡ് F1 വൈ ആയിട്ട് റിസോൾവ് ചെയ്യാം. F2നെ F2 എക്സ് F2 വൈ ആയിട്ട് റിസോൾവ് ചെയ്യാം. F3നെ F3 എക്സ് F3 വൈ ആയിട്ട് റിസോൾവ് ചെയ്യാം. F4നെ F4 എക്സ് ആൻഡ് F4 വൈ ആയിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ ഈ 4 ഫോഴ്സസിനെയും നമ്മൾ അതിൻ്റെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻസ് ആയിട്ട് റിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ റിസൾട്ടൻ്റ് എന്ന് വെച്ചാൽ ഈ 4 ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റാണ് അല്ലേ. 6 എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് F1 F2 F3 F4. അപ്പോൾ ഈ റിസൾട്ടൻറ്റിനും എന്തുണ്ടാവും? റിസൾട്ടൻറ്റിന് നമുക്കൊരു എക്സ് കോമ്പണൻറ്റ് RX ഉണ്ടാവും, RY ഉണ്ടാവും. അപ്പോൾ ഈ 6 എന്നുള്ളത് ഈ റിസൾട്ടൻ്റ് RX² പ്ലസ് RY² ആയിരിക്കും അല്ലേ. നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻസ് കിട്ടിയാൽ അതിൻ്റെ തമ്മിൽ ആംഗിൾ RXും RYയും തമ്മിൽ ആംഗിൾ 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത് ഡയറക്റ്റ് ഈക്വേഷൻ
ഈ പർട്ടിക്കുലർ ഇക്വേഷനിൽ √(r(x²+r(y²) ആയിരിക്കും ആർ എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഈ ആർഎക്സ് എന്തായിരിക്കും? ഈ ആർഎക്സ് എന്നുള്ളത് കോമ്പണൻ്റ് ഓഫ് എഫ് വൺ എക്സ്, F2x, F3x, F4x ഇതിൻ്റെയൊക്കെ എന്തായിരിക്കും റിസൾട്ടൻ്റ്. ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഈ 4 ഫോഴ്സും ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ആൾജിബ്രൈക് സം ആയിരിക്കും. ഇതിൻ്റെ ആൾജിബ്രൈക് സം അതായത് സിഗ്മ എഫ് എക്സ് ആയിരിക്കും ആർ എക്സ്. സിഗ്മ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ സമ്മേഷൻ. സിഗ്മ എന്ന് വെച്ചാൽ എന്താണ്? സിഗ്മ എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്ത സമ്മേഷൻ എന്നാണ്. സമ്മേഷൻ F1x പ്ലസ് F2x പ്ലസ് F3x പ്ലസ് F4x ആണ് ആർ എക്സ്. സിമിലർലി സിഗ്മ എഫ് വൈ ആണ് എന്ത്? ആർ വൈ. ഓക്കെ. അപ്പോൾ എല്ലാ എഫ് ഓഫ് എക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർ എക്സ് കിട്ടും. എല്ലാ എഫ് ഓഫ് വൈ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർ വൈ കിട്ടും. അപ്പോൾ √(r(x²+r(y²) ആയിട്ട് 6 എന്ന് പറയുന്നത്. ഓക്കെ, 6 എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമ്മേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ജസ്റ്റ് ആഡ് ചെയ്യല്ല, അത് ആൾജിബ്രൈക് സം ആണ്. ഇവിടെ നോക്കുക, ഈ ഫിഗറിൽ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വെൻ യു ലുക്ക് അറ്റ് ദ ഫിഗർ. സോ എഫ് ഓഫ് 1 ഞാൻ എഫ് ഓഫ് 1 റിസോൾവ് ചെയ്യുന്നു. അപ്പോൾ എഫ് എക്സ് ഈ ഡയറക്ഷനിലായിരിക്കും, Fx1 ഈ ഡയറക്ഷനിലായിരിക്കും, Fy1 ഈ ഡയറക്ഷനിലായിരിക്കും, കുറച്ച് മുകളിലേക്കായിരിക്കും, ഇങ്ങനെ വരും. ഓക്കെ. സിമിലർലി Fy2 ഇങ്ങനെ ഈ ഡയറക്ഷൻ, Fy2 സിമിലർലി Fy2 വേറൊരു കളർ യൂസ് ചെയ്യാം. Fy2 ഇവിടെ ആയിരിക്കും. അതേപോലെ Fx2 ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക്, Fx2 റൈറ്റ്. ഇനി ഞാൻ വേറൊരു കളർ യൂസ് ചെയ്തിട്ട് എന്താണ് Fx3 അല്ലെങ്കിൽ F3x ലെഫ്റ്റ് ഡയറക്ഷനിലേക്കും, ഇതായിരിക്കും എന്ത് Fy3 റൈറ്റ്, Fy3. അതേപോലെ ഈ നാലാമത്തെ ഇതായിരിക്കും Fx4 അല്ലെങ്കിൽ F4x. എന്താണ് എടുത്തത്? നമ്മളെങ്ങനെയാണ് എടുത്തത്? F4x നടത്തും, Fx4 നടത്തും. Fx4 ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ ഇതായിരിക്കും Fy4. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഫോഴ്സിൽ എക്സ് കോമ്പണൻ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് റൈറ്റിലേക്കായിരുന്നു. സെക്കൻഡ് ഫോഴ്സിൽ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ലെഫ്റ്റിലേക്കാണ്. തേർഡിലും ലെഫ്റ്റിലേക്കാണ്. ഫോർത്തിൽ റൈറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കും, ലെഫ്റ്റ് നെഗറ്റീവായിട്ട് എടുക്കും, ലെഫ്റ്റ് നെഗറ്റീവ് വാല്യൂ ആയിട്ട് എടുക്കും. അതേപോലെ വെർട്ടിക്കൽ കോമ്പണൻ്റ് ഫസ്റ്റ് കോമ്പണൻ്റ് മുകളിലേക്കും സെക്കൻഡിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് മുകളിലേക്കാണ്, രണ്ടിൻ്റെയും മുകളിലേക്കാണ്. തേർഡിൻ്റെത് താഴേക്കാണ്, ഫോർത്തിൻ്റെയും താഴേക്കാണ്. അപ്പോൾ മുകളിലേക്കുള്ളത് പോസിറ്റീവ്, താഴേക്കുള്ളത് നെഗറ്റീവ്, ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ആ ഒരു സംഭവം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. ഓക്കെ, നമുക്ക് ഐഡിയ മനസ്സിലായില്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും കാണുന്നത് ഈസിയാണ്. എങ്ങനെ? ജസ്റ്റ് കോസ് തീറ്റ സൈൻ തീറ്റ, ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് കോസ് തീറ്റ, വെർട്ടിക്കൽ കോമ്പണൻ്റ് ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, ഒന്ന് നോക്കുക. ഒന്നാമത്തേത് ഫസ്റ്റ് ഫോഴ്സ് F1 എടുക്കുക. F1 എത്രയായിരുന്നു? 200 ന്യൂട്ടൺ അല്ലേ? 200 ന്യൂട്ടൺ. 200
200 ന്യൂട്ടണിൽ F1x ആണ്. F1x എന്നുള്ളത് 200 ഇൻറ്റു കോസ് നോക്കുക. F1ൻ്റെ വാല്യൂ 200 ന്യൂട്ടൺ ആണ് അല്ലേ? 200 ന്യൂട്ടൺ. ഈ F1ൻ്റെ രണ്ട് കോമ്പണൻസ് F1x റൈറ്റ് ഡയറക്ഷനിൽ തന്നെ ആയതുകൊണ്ട് അത് 200 കോസ് 26.565 അത് പോസിറ്റീവ് വാല്യൂ ആണ്. F1y വെർട്ടിക്കലി അപ്വേർഡ് 200 സൈൻ 26.5625. ഈ രണ്ട് വാല്യൂ കണ്ടു നോക്കുക. എന്താണ് ഇതിൻ്റെ വാല്യൂ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സിമിലർലി സെക്കൻഡ് ഫോഴ്സ് F2 120 ന്യൂട്ടൺ ആണ്. ഈ F120 ന്യൂട്ടൻ്റെ എക്സ് കോമ്പണൻറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അത് മൈനസ് ആയിരിക്കും. 120 കോസ് 53.13 ആണ്. വൈ കോമ്പണൻറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് വെർട്ടിക്കൽ കോമ്പണൻറ്റ് അല്ലെങ്കിൽ വൈ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് അപ്വേർഡ്സ് തന്നെയാണ്. അതുകൊണ്ട് അത് പോസിറ്റീവ് തന്നെയാണ്. 120 സൈൻ 53.13 ആണ് അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന ഫോഴ്സ് ആണെങ്കിൽ എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റിലേക്ക് ഉള്ള ഒരു ഫോഴ്സ് ആണെങ്കിൽ പിന്നെ എക്സ് നെഗറ്റീവ് ആയിരിക്കും, വൈ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇനിയിപ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കും അല്ലേ? 50 ന്യൂട്ടൺ, അതിൻ്റെ എക്സ് കോമ്പണൻറ്റ് -50 കോസ് 60, വൈ കോമ്പണൻറ്റ് -50 സൈൻ 60, രണ്ടും നെഗറ്റീവാണ്. ഫോർത്ത് ഫോഴ്സ് എന്ന് പറയുന്നത് F4 100 ന്യൂട്ടൺ ആണ്. ഈ 100 ന്യൂട്ടണിൻ്റെ കേസിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്കറിയാം ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് എല്ലാം കോസാണ്. ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് എല്ലാം കോസാണ്. എന്തുകൊണ്ടാണ് കോസ് ആവുന്നത്? കാരണം ഇവിടെ നോക്കുക, ഫിഗർ നോക്കുക. യു ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ദിസ് ഫിഗർ. യു ക്യാൻ സീ ദാറ്റ് ഈ ആംഗിൾ എന്ന് പറയുന്നത് ഫോഴ്സും ഹൊറിസോണ്ടലും തമ്മിലുള്ള ആംഗിളാണ്. ഫോഴ്സും ഹൊറിസോണ്ടലും തമ്മിലുള്ള ആംഗിളാണ് നമുക്ക് തന്ന ആംഗിൾ. പക്ഷേ ഇവിടെ തന്നത് ഫോഴ്സും വെർട്ടിക്കലും തമ്മിലുള്ള ആംഗിളാണ്. ഹൊറിസോണ്ടൽ ഈ ഡയറക്ഷനല്ലേ, നമുക്ക് ഹൊറിസോണ്ടലായിട്ടുള്ള ആംഗിൾ അല്ലാതെ വെർട്ടിക്കലായിട്ടുള്ള ആംഗിളാണ്. അപ്പം ഇതാണ് കോസ് കോമ്പണൻറ്റ്, ഇതാണ് സൈൻ കോമ്പണൻറ്റ്. സോ ദിസ് ഈസ് കോസ് കോമ്പണൻറ്റ്, ദിസ് ഈസ് സൈൻ കോമ്പണൻറ്റ്. കാരണം അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന കോമ്പണൻ്റ് ആയിരിക്കും, ആ ഡയറക്ഷൻ ആയിരിക്കും കോസ് കോമ്പണൻറ്റ്. അപ്പുറത്ത് വരുന്നത് സൈൻ കോമ്പണൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സൈൻ കോമ്പണൻ്റ് ആണ് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്, വെർട്ടിക്കൽ കോമ്പണൻറ്റ് കോസ് കോമ്പണൻ്റ് ആണ്. So that difference, that particular point you should always keep in your mind. Every time you take the component which is adjacent to the means the angle adjacent to the angle. ഏത് ആംഗിളാണ് കൊടുക്കുന്നത് അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ആ കോമ്പണൻ്റ് ആയിരിക്കും കോസ് കോമ്പണൻറ്റ്, മറ്റേതായിരിക്കും സൈൻ കോമ്പണൻറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ സൈൻ 40 100 സൈൻ 40 FF(x) 100 സൈൻ 40 ആണ്. ഇത് പോസിറ്റീവ് തന്നെയാണ്. ദിസ് ഈസ് പോസിറ്റീവ്. പക്ഷേ വെർട്ടിക്കൽ കോമ്പണൻറ്റ് വൈ കോമ്പണൻറ്റ് ഇത് കോസ് കോമ്പണൻറ്റ്. ദിസ് ഈസ് കോസ് 40 അത് നെഗറ്റീവാണ്, താഴേക്കാണ് വരിക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ റിസൾട്ടൻ്റ് എക്സ് കോമ്പണൻ്റ് ആണ് ഒന്ന് എല്ലാത്തിൻ്റെയും അൽജിബ്രൈക്ക് സമ്മാണ്. F1x, F2x, F3x, F4x ആഡ് ചെയ്യുക വെച്ചാൽ F2x നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് തന്നെയല്ല, F3x നെഗറ്റീവ് ആണല്ലോ, അത് നെഗറ്റീവ് തന്നെയുണ്ട്. അപ്പോൾ ഇത് മൈനസ് ആവും. ഓക്കെ, അത് ഓട്ടോമാറ്റിക് മൈനസ് ആവും. നെറ്റ് വാല്യൂ കിട്ടുന്ന 146.2 ന്യൂട്ടൺ ആണെന്ന് ഉണ്ട്. ഓക്കെ. സോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് 146.2 ന്യൂട്ടൺ എന്ന് കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് try to check that particular value. Similarly, Ry is F1y, the algebraic sigma Fy ആണ്. Sigma Fy എന്ന് വെച്ചാൽ F1y, F2y, F3y, F4y algebraic sum എന്ന് വെച്ചാൽ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കണം, അപ്പോൾ അവിടെ മൈനസ് വരും. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടെ മൈനസ് വരിക, F3yക്കും F4yക്കും മൈനസ് വരും. So final value will be 65.5 Newton and resultant will be root of Rx square plus Ry square. And the value is 160.2 Newton. റൈറ്റ്. നമുക്ക് വേണ്ടത് അറിയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫിഗർ അല്ലെങ്കിൽ ഈ കിട്ടുന്ന RXൻ്റെ വാല്യൂ പോസിറ്റീവാണ്, RYയുടെ വാല്യൂയും പോസിറ്റീവാണ് കിട്ടിയത്. അപ്പോൾ നാച്ചുറലി രണ്ട് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ റിസൾട്ടൻ്റ് R എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയി. രണ്ടും
എക്സും വൈയും പോസിറ്റീവാന്ന് ഫസ്റ്റ് ക്വാഡ്രൻ്റ്. അപ്പോൾ ഇത് ഈ ഡയറക്ഷൻ ഇങ്ങനെ തന്നെയാണ് വരിക. ഇപ്പോൾ ഈ ഫിഗറിൽ എന്തായാലും ഇങ്ങനെ ആറ് വരും. ഓക്കെ, ആറ് വരും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ആർ എക്സ് നെഗറ്റീവും ആർ വൈയും നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും റിസൾട്ടൻ്റ് വരിക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. എക്സിൻ്റെയും എക്സ് കോമ്പണൻ്റെയും വൈ കോമ്പണൻ്റെയും എന്താണ് സൈൻ നോക്കിയിട്ടാണ് നമ്മൾ ക്വാഡ്രൻ്റ് ഏതാണെന്ന് ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആറ് എക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ ആണെങ്കിൽ, സപ്പോസ് ദാറ്റ് പർട്ടിക്കുലർ ആംഗിൾ ഈസ് ആൽഫ, then you can find the value of alpha using the equation tan inverse of ry by rx. അല്ലേ, ആർ വൈ, കാരണം ടാൻ ആൽഫ വിൽ ബി ആർ വൈ ഡിവൈഡ് ബൈ ആർ എക്സ്. ആർ വൈ ബൈ ആർ എക്സ് വിൽ ബി ദ ടാൻ ആൽഫ. സോ ആൽഫ ക്യാൻ ബി obtained using the equation tan inverse of ry by rx. അപ്പോൾ ഈ ഇക്വേഷൻ അപ്പോൾ ഓർത്ത് വെക്കാം. ആൻഡ് അറ്റ് വാല്യൂ ഈസ് അറൗണ്ട് 24.1 degree. Okay, so just try to calculate this value on your own and check that whether this particular value is correct or not. Okay, so with this we will be concluding this particular session. Hope you have understood all the three different problems. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വി ഹാവ് അപ്ലൈഡ് അവർ തിയറി ഓർ ദ കൺസെപ്റ്റ് വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദ പ്രീവിയസ് സെഷൻ സച്ച് ആസ് resolution of a force and composition of a force. We have applied those two theory part here and tried to solve the three different problems, and hope you have understood the concept. And if you have got any doubt, feel free to contact me. Okay, thank you.